എൻ്റെ ഇന്നത്തെ സർക്കിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ അറിയാം അല്ലേ, ഇത് നമ്മുടെ ലോണ്ട്രി ഡിപ്പാർട്ട്മെൻറ്റാണ്. ഞാൻ എൻ്റെ സ്ക്രബ് സ്യൂട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന. നമുക്ക് എല്ലാ വർഷവും കൂടുമ്പോഴും 2 സ്ക്രബ് സ്യൂട്ട് വെച്ച് കിട്ടും കേട്ടോ. 2 സ്ക്രബ് സ്യൂട്ടും 2 വാമറും. അപ്പോൾ ഈ പ്രാവശ്യം എൻ്റെ സ്ക്രബ് സ്യൂട്ട് കിട്ടേണ്ട സമയമായി. അപ്പം ഞാൻ ഇട്ട് നോക്കി വാങ്ങിക്കാൻ പോകുന്ന. നമുക്ക് ഇഷ്ടമുള്ള സൈസ് നോക്കി നമുക്ക് ട്രയൽ റൂമിൽ പോയി ഇഷ്ടമുള്ള സൈസ് ഇട്ട് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ യൂണിഫോം ഒക്കെ എടുത്തുകൊണ്ട് ട്രയൽ റൂമിലോട്ട് പോകുന്ന 2-3 സൈസൊക്കെ എടുത്തുകൊണ്ട് പോയി ഇഷ്ടമുള്ള സൈസ് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഫിറ്റായിട്ടുള്ള നമുക്ക് കംഫർട്ടായിട്ടുള്ളത് നോക്കി സെലക്ട് ചെയ്തിട്ട് അവരോട് പറഞ്ഞ് അവർ നമുക്ക് എടുത്തു. ഞാനും പോയി കണ്ണടയുടെ മുമ്പിൽ ഇട്ടൊക്കെ നോക്കി 2-3 സൈസൊക്കെ നോക്കി ഒരു സൈസ് എടുത്തു. സൈസ് മാത്രം പറയത്തില്ല, അയ്യടാ എന്തൊക്കെ പറയണം ഞാൻ. നേരത്തെ ഞങ്ങളുടെ സ്ക്രബ് സ്യൂട്ട് ഇച്ചിരി ഡാർക്ക് ബ്ലൂ ആയിരുന്നു, എന്ന് വെച്ചാൽ റോയൽ ബ്ലൂ. പക്ഷേ ഈ പ്രാവശ്യം വന്നേക്കുന്ന യൂണിഫോം ഒരു ലൈറ്റ് ബ്ലൂ ആണ്. എനിക്ക് വലുതായിട്ട് ആ കളറങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ലല്ലേ, ഒരു വെറൈറ്റി കളർ ഇരിക്കട്ടെ. ഇനി ഇത് വീട്ടിൽ കൊണ്ട് ഇട്ട് നോക്കാതെ എനിക്കൊരു സമാധാനമില്ല. ഓൾറെഡി ഇട്ട് നോക്കിയതാ, എന്നാലും വീട്ടിൽ ചെന്ന് ഒന്നുകൂടെ ഇട്ട് കണ്ണയുടെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് 2 പോസ് കൊടുത്തില്ലുണ്ടല്ലോ, മനസ്സമാധാനം ഇല്ലെന്നേ. ഷീമാട്ടിയിലൊക്കെ പോയിട്ട് വരുന്ന ഒരു എന്താ പറയുന്നത്, തുണിക്കടയിലൊക്കെ പോയിട്ട് വരികയല്ലേ എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. പുതിയ യൂണിഫോം കിട്ടി. യൂണിഫോം സത്യം പറഞ്ഞ ഇന്ന് രാത്രി 2 ട്രിപ്പ് ഇട്ടിട്ട് നടക്കണത്. പുതിയ സ്ക്രബ് സ്യൂട്ട് കിട്ടിയല്ലേ ഉണ്ടോ. തുണിക്കടയിലൊക്കെ ജോളി ഷീമാട്ടിൽ പോയി എടുത്ത് എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് കിട്ടിയതാണ്. കണ്ടോ, ഇതാണ് യൂണിഫോം. നമ്മൾ ഇട്ട് നോക്കുന്നവരോട് വാങ്ങിച്ചു വെക്കും, എന്നിട്ട് നമുക്ക് വേറെ പുതിയ തരും. 2 സ്ക്രബ് സ്യൂട്ടും പിന്നെ വാമറും. തണുപ്പൊക്കെ അല്ലേ, വാമർ ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, പക്ഷെ ഞാനിടും, തണുപ്പ് കാരണം സഹിക്കാൻ പറ്റത്തില്ല. ഇനി ഈ പുതിയത് വിട്ട് ജോലിക്ക് പോകുന്നതിന് വരെ ഒരു മനസ്സമാധാനം ഇല്ലെന്നേ.